ബാഗ് പോട്ടെ, ഗേറ്റ് അടയ്ക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളങ്ങനെ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കേട്ടോ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര വെല്ലായിരുന്നു. അപ്പോൾ ഞാനതാണ് വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ ഗൈസ്. നമ്മളിന്ന് കാലിക്കറ്റിലേക്ക് യാത്ര പോവാണ്. നമ്മൾ ഏതാ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് വെച്ചാൽ കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് ആണ്, സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഞാൻ 3rd എക്കോണമിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാനത് ട്രെയിൻ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു ഡോഗി, ഇങ്ങനെ കാലില്ലാത്തൊരു ഡോഗി ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ട് അതിനെ കണ്ടപ്പോൾ വിഷമം തോന്നി. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടു, ഷോർട്ടായിട്ട് എടുത്തിട്ടോ, അതാണ് ഇങ്ങനെ വന്നത്. ഷോർട്ടായിട്ട് എടുത്ത് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഞാൻ അന്ന് തന്നെ അപ്ലോഡ് ചെയ്തു, അപ്ലോഡ് ചെയ്തു. സ്പോട്ടിൽ അപ്ലോഡ് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏകദേശം 8000-ന് മേലെ വ്യൂസ് കിട്ടി കേട്ടോ ആ ഒരു വീഡിയോന്. അങ്ങനെ ഗൈസ്, നമ്മളിതാ കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്ന് ഡൽഹി വരെ പോകുന്ന ട്രെയിനാട്ടോ. ഒരു 2 ദിവസം എടുക്കും തോന്നുന്നു ഡൽഹി എത്താൻ. അപ്പോൾ അത് ഗൈസ്, നമ്മുടെ കോച്ച് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടേത് M1 M2 ആണ്. അപ്പോൾ ഞാൻ M2 തേടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, എവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുക ഗൈസ്. ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ കോച്ച് കണ്ടുപിടിച്ചു. ഫൈനലി ഞാൻ എൻ്റെ കോച്ചിൽ കയറിയിരുന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ സൈഡ് ലോർ അല്ലായിരുന്നു, എനിക്ക് അതായത് നമ്മുടെ വിൻഡോ സൈഡ് സീറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പർ ബർത്തായിരുന്നു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു കംഫർട്ടായിട്ട് കയറിയിരിക്കാൻ കഴിഞ്ഞില്ല, കാരണം താഴെ ആളുകൾ കിടക്കുന്നുണ്ടായിരുന്നു, ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഏറ്റവും മേലെ കയറി കിടന്നത്. അതിന് ഗൈസ്, എനിക്ക് ഫൈനലി സൈഡ് ലോറ് കിട്ടിയിരിക്കുന്നു. നമ്മൾ TT കണ്ട് ചോദിച്ചപ്പോൾ TT പറഞ്ഞു സൈഡ് ലോറ് വേറൊരു സീറ്റ് ഉണ്ട്, കാലിക്കറ്റ് വരെ ഉള്ളൂ, അപ്പം 2 സീറ്റ് അവിടെ ഒഴിവുണ്ട്, നിങ്ങൾ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി ഞാൻ അവിടെ ഇരുന്നു. സമാധാനമായിട്ട് നമ്മളൊരു അടിപൊളി യാത്രയായി. കാരണം എനിക്കതുവരെ ഒരു ചെറിയ ടെൻഷനായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ മേലെ കയറുന്നൊന്നും നടക്കില്ലല്ലോ. പക്ഷേ ഒരു കംഫർട്ടായിട്ട് നമുക്ക് സൈഡ് ലോർ തന്നെ TT അറേഞ്ച് ചെയ്യുന്നുണ്ടോ. നല്ലൊരു TT ആയിരുന്നു കേട്ടോ. അവരെ സംസാരം നല്ല ഡീസൻ്റ് ആയിരുന്നു, ഒരു മാഡായിരുന്നു. അപ്പോൾ അവർ എനിക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്ത് തന്നതിൽ ഞാൻ ഒരുപാട് താങ്ക് യു പറയുന്നു. എനിക്ക് ഗൈസ്, ട്രെയിനകത്ത് വലിയ കാര്യമായ ആളുകളൊന്നുമില്ല, വളരെ കുറവായിരുന്നു. പക്ഷേ ഞാൻ അപ്പുറത്തിരുന്ന സ്ഥലത്ത് കുറച്ച് ആളുകൾ അധികം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സൈഡിലൊരു സീറ്റ് കിട്ടി, നമ്മൾ കുറച്ച് ഫ്രണ്ടോട്ട് വന്നപ്പോൾ അവിടെ ആളുകൾ വളരെ കുറവായിരുന്നു കേട്ടോ. ട്രെയിൻ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം, ഇങ്ങനെ എന്തെന്നുള്ളതൊന്ന് വീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാത്റൂമിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയത്. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നീറ്റായിട്ട്. ഞാൻ ബാത്റൂമിൻ്റെ ഷോട്ട് എനിക്ക് അത് എടുത്തിരുന്നു, പക്ഷേ അത് ഒരു അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് മിസ്സായി. കുഴപ്പമില്ല, നമുക്കടുത്ത ഷൂട്ടിൽ നമുക്ക് ചെയ്യാം. അതിന് ഗൈസ്, കുറച്ച് സാവധാനം നമ്മുടെ ട്രെയിൻ ആലുവ കഴിഞ്ഞ് തൃശ്ശൂരൊക്കെ എത്താറായപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബ്രെഡ് ഓംപ്ലേറ്റ് മേടിച്ചു. അപ്പം അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്, വൃത്തിയുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ മേടിച്ചാട്ടോ. ഞാനങ്ങനെ ട്രെയിൻ അപ്പോൾ മേടിച്ച് കഴിക്കുന്നത് വളരെ കുറവാണ്. ഞാൻ കഴിച്ചു, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളിതേ തൃശ്ശൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഷൊർണൂർ ടച്ച് ചെയ്യാൻ പോകുന്ന കുറച്ച് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് നല്ലൊരു വ്യൂ ആയിട്ടുള്ള, നമ്മൾ ട്രെയിനിൽ പോകുമ്പം നല്ല അടിപൊളി ഒരു നൊസ്റ്റാൾജിയാണ് ഈ ഒരു സ്ഥലം കാണുമ്പം. ഈ വഴി നിങ്ങൾ ട്രെയിൻ ട്രാവൽ ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് കിട്ടിയവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രെയിൻ ഓൾറെഡി കുറച്ച് ആളുകൾ കുറവാണ്. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് കുറച്ച് 2-3 യുവാക്കൾ വന്നവിടെ ഇരിക്കുന്നുണ്ട്. കോളേജ് സ്റ്റുഡൻസോ മറ്റുമാണ്. അവർ 2 ബോയ്സും അതുപോലെ 3 ഗേൾസൊക്കെ ആയിരുന്നു. അതിൽ ഒരു ബോയും ഒരു ഗേളും എൻ്റെ കോച്ചിൻ്റെ അപ്പുറത്തിരുന്നു. കോച്ച് മീൻസ് എൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു പോർഷൻ്റെ കുറച്ച് ഭാഗത്തോട്ട് മാറിയിരുന്നു കഴിഞ്ഞതിന് ശേഷം അവർ എൻ്റെ ബെർത്തിൻ്റെ മേലെ 2 കൊച്ചു കുട്ടികൾ ഉണ്ട് കേട്ടോ. ഇവർ ഇതിൻ്റെ ഇടയിലാണ് ഇത്രയും വൃത്തികേട് കാണിക്കുന്നത്. അവർ ഹഗ് ചെയ്തിട്ട് എന്തോ കിസ് ചെയ്യുന്നതെന്തോ കണ്ടു. ഞാൻ കംപ്ലൈൻ്റ് ഒന്നും ചെയ്യാൻ നിന്നില്ല, കാരണം കുട്ടികൾ ഉൾപ്പെടെ അവിടെ നിൽക്കുന്നുള്ളത് ഒരു മാന്യത പാലിച്ചുവിടുക. നമ്മുടെ ജനറേഷൻ എന്താണല്ലോ ഇങ്ങനെ, എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടാണോ ചെയ്യേണ്ടത്? വളരെ മോശമായിട്ട് തോന്നി എനിക്ക്. ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ എന്താ പറയുക
കാണുമ്പം വളരെ ഒരു നെഗറ്റീവ് ഫീലാട്ടോ കിട്ടുന്നത്. പിന്നെ അപ്പുറത്ത് ഫാമിലിയൊക്കെ ഉണ്ട്, അവരൊന്നും കണ്ടിട്ടില്ല, ഞാൻ കണ്ടു. അവർ ഷൊർണൂർ എത്താറായപ്പോഴാണ് അവർ ആ ഒരു ബാഡ് തിങ് ചെയ്തത്. അതെന്തായാലും കുട്ടികൾ, നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞു കുട്ടികളതൊക്കെ കണ്ടുപഠിക്കുമല്ലേ, അപ്പോൾ അതൊക്കെ വളരെ മോശം. അതും 10, 20, 25 വയസ്സ് ഏകദേശം ഉണ്ടാവും, അത്രയും പ്രായമുള്ള കപ്പിൾസാണ് ഇത് ചെയ്യുന്നത്. വളരെ മോശം. ഒരു ഹസ്ബൻഡ് വന്നല്ല, സ്റ്റുഡൻസാണത്. എന്തൊരു മോശമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഗൈസ് നമ്മൾ ഷൊർണൂർ എത്തിയപ്പം ഒന്നും നോക്കിയില്ല, നേരെ പോയിട്ട് ബിരിയാണി മേടിച്ചു. ബിരിയാണി വാങ്ങിക്കുന്ന സമയത്തും ഗൈസ് ആ ഒലിപ്പേരി പാർട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനൊന്നും വലിയ ശ്രദ്ധിച്ചില്ല. അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരവിടെ നിന്ന് പോയി. തൃശ്ശൂരിൽ നിന്ന് അങ്ങനെ അവർ കയറിയതാണ്. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർ വരെ ടി പറ്റിച്ച് AC ട്രെയിനിൽ ഇരുന്ന് പോയതാണോ, അവർക്ക് കാര്യം സാധിക്കാൻ വേണ്ടി പോയതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ടി വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങോട്ട്. അപ്പോൾ ഇനിയാണ് ശ്രദ്ധിച്ചത്, എന്താണെന്ന് എനിക്കറിയില്ല. ഗൈസ് ഇപ്പോൾ പോകുന്ന ട്രെയിൻ കണ്ടോ, ഈ ട്രെയിനിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. നമ്മുടെ ഷൊർണൂർ, തിരുവനന്തപുരം ടു ഷൊർണൂർ വരെ പോകുന്ന വേമ്പനാട് എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. അതിന് എന്തോ ഒരു പേരുള്ള എക്സ്പ്രസ്, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ് കുറച്ചും കൂടി നീങ്ങിയപ്പോഴാണ് ഗൈസ് നമ്മുടെ വന്ദേ ഭാരത് ഇതേ നമ്മുടെ ഷൊർണൂരിൻ്റെ റിപ്പയറിങ് ഷെഡ് റൂം ഉണ്ടല്ലോ, അവിടെ ഇട്ടിരിക്കുന്ന കണ്ടതേ. റിപ്പയറിങ് ഷെഡ് റൂം എന്തോന്ന് തോന്നുന്നു, എനിക്കറിയില്ല, അതെന്ന് തോന്നുന്നു. ഷൊർണൂർ നമ്മളിങ്ങനെ ട്രെയിനിൽ മുമ്പ് പാസ് ചെയ്യുമ്പോൾ കാണാറുണ്ടല്ലോ. അതെ, അവിടെ എന്തോ കംപ്ലൈൻ്റ് ആയിട്ടാണോന്ന് അറിയില്ല, അവർ സർവീസ് എന്തോ ചെയ്യാൻ വേണ്ടി നമ്മുടെ വന്ദേ ഭാരത് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ഇനി ഗൈസ് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റിലാക്സ് ആയിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. അപ്പോൾ നീച്ചപ്പോഴേക്കും ട്രെയിൻ ഓൾമോസ്റ്റ് എത്താറായി, തിരൂരൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ. അത് ഷൊർണൂർ കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്പീഡിലായിരുന്നു പോയിരുന്നത്, നല്ല സ്പീഡായിരുന്നു. എനിക്ക് തോന്നുന്നു കോഴിക്കോട്, എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ, 1.25 മണിക്കൂർ കൊണ്ട് ഷൊർണൂരിൽ നിന്ന് കോഴിക്കോട് വരെ എത്തി. എനിക്കത് നല്ല സ്പീഡായിരുന്നു എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടോ, നല്ല സ്പീഡിലായിരുന്നു. അങ്ങനെ ഗൈസ് തിരൂരൊക്കെ കഴിഞ്ഞു, നമ്മളിതേ കോഴിക്കോട് റീച്ച് ചെയ്യാറായിട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഈ ട്രെയിനിൽ സാധാരണ ഇത് ലെഫ്റ്റ് കീപ്പ് ചെയ്താണ് പോകേണ്ടത്. ഇത് ഓൾറെഡി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ലോങ് ജേണി ആയിട്ടുള്ള ട്രെയിൻ ഉണ്ടായെന്ന് തോന്നുന്നു. കോഴിക്കോട് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഡൈവേർട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി നിർത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ റൈറ്റ് ഭാഗത്ത് നമ്മുടെ റോഡിൻ്റെ സൈഡ് കാണുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കിയ ഗൈസ് വണ്ടികളൊക്കെ ഇങ്ങനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ ട്രെയിനും വണ്ടികളൊക്കെ ഒരേ സെയിം ഇതിലൂടെ അടുത്തടുത്ത് പോകുന്നതൊക്കെ നല്ല രസമുള്ള കാഴ്ച കേട്ടോ. ഒരു ഗൈസ് അത് കണ്ടതാണ് ഗൈസ് നമ്മുടെ PVS ഹോസ്പിറ്റൽ. ഇത് ആദ്യം PVS ഹോസ്പിറ്റലായിരുന്നു, പിന്നെയാണ് തോന്നുന്നു PVS സൺറൈസ് ഹോസ്പിറ്റലാക്കിയത്. കൊളാബറേറ്റ് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. PVSും സൺറൈസും കഥ എനിക്ക് എന്താണെന്നറിയില്ല, അറിയുന്നൊരു കമൻറ്റ് ചെയ്യാം. ഞാനൊരു കുഞ്ഞു ഓട്ടോറിക്ഷ പോകുന്നു, എനിക്കിത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ, ഞാനത് വീഡിയോ എടുത്തത്. അങ്ങനെ ഗൈസ് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വ്ളോഗ് വെച്ചോടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.